നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ഭാവി സംരക്ഷണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്നാം തവണയും അധികാരത്തിൽ വരേണ്ടതുണ്ട്. കേരളത്തിന്റെ ഭാവി സംരക്ഷണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരേണ്ടതുണ്ടെന്ന് മുൻ മന്ത്രിയും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ. LDFനാണ് അവിശുദ്ധ കൂട്ടുകെട്ട്, UDF വളരെ സ്ട്രെയിറ്റ് ആണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത് UDF തനതായ നിലക്ക് തന്നെ നല്ല വിജയം കൊയ്യും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും വളരെ മികച്ച വിജയം കൈവരിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ UDFനെ സഹായിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് തങ്ങളെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി 2 ഘട്ടങ്ങളിലായി സമ്മതിദായകർ ബൂത്തിലേക്ക് നീങ്ങും. കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടെ പാടശേഖരത്തിലെ കൊയ്ത്തുത്സവം നടത്തി. കേരളത്തിന്റെ ഭാവി സംരക്ഷണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരേണ്ടതുണ്ടെന്ന് മുൻമന്ത്രിയും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിന്റെ ഭാവി സംരക്ഷണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്നാം തവണയും അധികാരത്തിൽ വരേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ 62 ലക്ഷം ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത്. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. രണ്ടാം പിണറായി സർക്കാർ പെൻഷൻ തുക 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി. അംഗനവാടി ജീവനക്കാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു. ആശാവർക്കർമാർക്കും 1000 രൂപ വർദ്ധിപ്പിച്ചു നൽകി. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് നിർത്തി അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനത്ത് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രത്യേക ആനുകൂല്യമായി 1000 രൂപ നൽകുവാൻ സർക്കാർ തീരുമാനിച്ചതായും ഇത് വീട്ടമ്മമാർക്കുള്ള അംഗീകാരമായി കാണാമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായും വളരെ മികച്ച വിജയം കൈവരിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ UDFനെ സഹായിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് തങ്ങളെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. പരമമായിട്ടും ഞങ്ങൾ നിഷേധിക്കുകയാണ്. അവരാണ് BJPയുമായിട്ടുള്ള രഹസ്യ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയെ സഹായിക്കാനുള്ള രഹസ്യ കച്ചവടത്തിലാണ് CPM കേരളത്തിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒത്തുതീർപ്പുകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശബരിമലയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും BJP നമ്മൾ എവിടെയും കണ്ടില്ലല്ലോ. കണ്ടോ എവിടെ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ? അപ്പൊ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് LDFനാണ് അവിശുദ്ധ കൂട്ടുകെട്ട്, UDF വളരെ സ്ട്രെയിറ്റ് ആണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത് UDF തനതായ നിലക്ക് തന്നെ നല്ല വിജയം കൊയ്യും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഇതിനോടകം പൂർത്തിയായതായും KC പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ തട്ടിപ്പുകൾ പൊതുജനം തിരിച്ചറിയും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രത്യേകം പ്രകടന പത്രികകൾ ഉണ്ടാകുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. നിലവിൽ UDFൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. തർക്കമുള്ള സ്ഥലത്തെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുവാൻ നടപടിയെടുത്തിട്ടുണ്ട്. വർഗീയ കക്ഷികളുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകില്ല. CPMും BJPയും തമ്മിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ ധാരണയായതായും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി 2 ഘട്ടങ്ങളിലായി സമ്മതിദായകർ ബൂത്തിലേക്ക് നീങ്ങും. ഡിസംബർ 9-നും 11-നുമാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി 2 ഘട്ടങ്ങളിലായി സമ്മതിദായകർ ബൂത്തിലേക്ക് നീങ്ങും. ഡിസംബർ 9-നും 11-നുമാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം എന്നീ ജില്ലകളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാതൃകാ പെരുമാറ്റച്ചട്ടം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ മാസം 14-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഈ മാസം 21-നാണ് പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി. നവംബർ 22-ന് സൂക്ഷ്മ പരിശോധനയും നടത്തും. 24-ന് പത്രിക പിൻവലിക്കാം. തുടർന്ന് ഡിസംബർ 9, 11 തീയതികളിലായി തെരഞ്ഞെടുപ്പ് നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്തെ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുക. കഴിഞ്ഞ തവണ ഡിസംബർ 8, 10, 14 തീയതികളിലായി 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു വോട്ടെടുപ്പ്. 16-ന് ഫലപ്രഖ്യാപനവും 21-ന് പുതിയ ഭരണസമിതി നിലവിൽ വരികയും ചെയ്തു. ഡിസംബർ 21-നകം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി
പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വരണമെന്നാണ് ചട്ടം. മുൻകാലങ്ങളിൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2-നായിരുന്നു തദ്ദേശ സ്ഥാപന ഭരണസമിതികൾ അധികാരത്തിലെത്തിയിരുന്നത്. പിന്നീടത് കേരളപ്പിറവി ദിനമായ നവംബർ 1-ലേക്ക് നീണ്ടു. കോവിഡ് കാലത്താണ് ഡിസംബർ 21-ലേക്ക് നീട്ടിയത്. ആലപ്പുഴ നഗരസഭയിൽ ഇത്തവണ 53 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടെ പാടശേഖരത്തിലെ കൊയ്ത്തുത്സവം നടത്തി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 4-ാം വാർഡിൽ കളറുകോട് ക്ഷേത്രത്തിന് കിഴക്ക് കുറുവ പാടശേഖരത്തിലാണ് 10 സ്ത്രീകൾ ചേർന്ന് 2 ഏക്കർ സ്ഥലത്ത് നടത്തിയ കൃഷി 100 മേനി വിളവെടുത്തത്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 4-ാം വാർഡിൽ കളറുകോട് ക്ഷേത്രത്തിന് കിഴക്ക് കുറുവാപ്പാടം പാടശേഖരത്തിലാണ് 10 സ്ത്രീകൾ ചേർന്ന് 2 ഏക്കർ സ്ഥലത്ത് നടത്തിയ കൃഷി 100 മേനി വിളവെടുത്തത്. പ്രദേശത്തെ ശിവശക്തി കുടുംബശ്രീയുടെ കീഴിലുള്ള ഹരിതഗീതം JLG ഗ്രൂപ്പ് അംഗങ്ങളായ വനിതകളാണ് ഏറെ നാളത്തെ ആഗ്രഹം സഫലമാക്കുവാൻ സ്ഥലം പാട്ടത്തിനെടുത്ത് വിത മുതൽ ഇപ്പോൾ ഇതാ കൊയ്ത്തുവരെ വിജയകരമായി നടത്തിയത്. ഹരിതഗീതം JLG ഗ്രൂപ്പ് പ്രസിഡന്റ് അനിത പ്രസന്നൻ, സെക്രട്ടറി ശൈലജ രാജു, അംഗങ്ങളായ രാധാമണി മംഗളൻ, പ്രജിത പ്രദീപ്, ധന്യ രാജേഷ്, മോളിമ ജോയി, ട്രീസ മാത്യു, വത്സല വിക്രമൻ, മിനി രാഹുലയൻ, സുശീല മഹേശൻ എന്നിവരാണ് കുറുവ പാടശേഖരം പാട്ടത്തിനെടുത്ത് പൊന്നു വിളയിച്ചത്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ കൊയ്ത്തുത്സവത്തിന് തുടക്കം കുറിച്ചു. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ശിവശക്തി അയൽക്കൂട്ടത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിതഗീതം JLG അംഗങ്ങളാണ് 10 വനിതകൾ ചേർന്നാണ് 2 ഏക്കർ നിലം പാട്ടത്തിനെടുത്ത് ഇവിടെ കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ കൊയ്ത്തുത്സവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് AP സരിത, വാർഡംഗം ഗീതാകൃഷ്ണൻ, അഗ്രി റിസോഴ്സ് പേഴ്സൺ നിർമ്മല രാജു, ADS ചെയർപേഴ്സൺ മണിയമ്മ രാജൻ, അംഗം സംഗീത അജയകുമാർ എന്നിവരും കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി. ഞങ്ങളുടെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇത് ഇങ്ങനെ നടത്തണമെന്ന്. അത് ഞങ്ങളുടെ 10 പേരുടെയും ഞങ്ങളുടെ പുറകിൽ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഞങ്ങളുടെ ആണുങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ ഫലമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ പ്രണവം റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. പുന്നപ്ര മാർക്കറ്റ് ജംഗ്ഷന് വടക്ക് ഭാഗത്ത് ദേശീയപാതയിൽ നിന്ന് പഴയ നടക്കാവ് റോഡ് വരെ നീളുന്ന പ്രണവം റോഡിന്റെ നിർമ്മാണത്തിന് 34.96 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പുന്നപ്ര മാർക്കറ്റ് ജംഗ്ഷന് വടക്ക് ഭാഗത്ത് ദേശീയപാതയിൽ നിന്ന് പഴയ നടക്കാവ് റോഡ് വരെ നീളുന്ന പ്രണവം റോഡിന്റെ നിർമ്മാണത്തിന് 34.96 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പൊതുമരാമത്ത് വകുപ്പാണ് നിർമ്മാണം നടത്തുന്നത്. H. സലാം MLA റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിന് എല്ലാ ഭാഗത്തുമായി നിരവധി റോഡുകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ 112 റോഡുകൾ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇപ്പൊ ഇതൊന്നും ആ കൂട്ടത്തിലില്ല, പൂർത്തീകരിച്ചു കഴിഞ്ഞാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു 24 റോഡ് ഇപ്പോ ചെയ്യാൻ തുടങ്ങുന്നു. ഇതുൾപ്പെടെ 24 റോഡുകൾ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു 8 കോടിയുടെ പുതിയ പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് പോയിരിക്കുകയാണ്. ഇതിന്റെ AS ഇപ്പോ പകുതി AS 5 കോടി AS ആയി, 3 കോടിയുടെ AS ആവാനുണ്ട്. അപ്പൊ അതുകൊണ്ട് വന്നാൽ നമുക്കൊരു 10-30 റോഡുകൾ കൂടി പുതുതായി നേരിട്ട് പണിയാൻ പറ്റും. 9-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനമാണ് ബിജുവിന്റെ ഭാഗത്തുണ്ടായത്. നിങ്ങൾക്ക് അറിയുന്ന ആളുകളോട് ഞാൻ ഒരുപാട് വിശദീകരിക്കേണ്ടതായിട്ടില്ല. പുന്നപ്ര സിവിൽ സപ്ലൈസിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M. ഷീജ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ LK ബിജുമോൻ, സുലഭ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ് എന്നിവർ സംസാരിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ CMS കോമ്പൗണ്ട് തലക്കെട്ട് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. 1.04 കോടി രൂപയിൽ 900 മീറ്റർ നീളത്തിലാണ് BMBC നിലവാരത്തിൽ റോഡ് പൂർത്തിയാക്കിയത്. H. സലാം MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 1.04 കോടി രൂപയിൽ 900 മീറ്റർ നീളത്തിലാണ് BMBC നിലവാരത്തിൽ റോഡ് പൂർത്തിയാക്കിയത്. H. സലാം MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അവർ അതിന് മാറ്റി തന്ന് കുറച്ചുകൂടി അവരുടെ സ്ഥലം എടുത്തിട്ട് മാറ്റി ഭിത്തി കെട്ടി. അത് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ നമുക്ക് റോഡ് സേഫ്റ്റി ആവുകയും ചെയ്തു. വീട്ടുകാർക്ക് അങ്ങോട്ട് കയറ്റി കെട്ടിയതുകൊണ്ട് ആ ഫൗണ്ടേഷന്റെ മേലെ അവർക്ക് മതിൽ കെട്ടാനും പറ്റി. അങ്ങനെയാണ് അവിടെ ചെയ്തത്. ഇപ്പോൾ ഒരു സാധാരണ വലിയ റോഡ് പോലെ തന്നെയായി ആ റോഡ്. കരയോത്തിനോട് തെക്കോട്ട് നമ്മൾ റെയിൽവേ ട്രാക്കിന്റെ അവിടെ വരെ പോകുന്ന റോഡാണ്. അപ്പൊ അങ്ങനെ കുറച്ചുകൂടി ചെറിയൊരു ഇടുക്കം നമ്മുടെ ഈ വരുന്ന ഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ സമയത്തൊന്നും ഇടപെട്ട് ചെയ്യാൻ പറ്റിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ LK ബിജുമോൻ,
പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ബിനുമോൻ, ഡി അശോക് കുമാർ, സംഗീത ബെർലിൻ എന്നിവർ സംസാരിച്ചു. സംഗീതയാത്രയിൽ 50 വർഷങ്ങൾ പിന്നിടുന്ന ഗായകൻ ആലപ്പി സുരേഷിന് നാടിന്റെ ആദരം. ഗായകൻ, സംഗീത സംവിധായകൻ, സംഗീത അധ്യാപകൻ തുടങ്ങിയ നിലകളിൽ ശ്രദ്ധേയനായ ആലപ്പി സുരേഷിന് സംഗീതപ്രേമികളും ശിഷ്യരും ഉൾപ്പെടെ നാട്ടുകാരും ചേർന്നാണ് ആദരവ് സംഘടിപ്പിച്ചത്. ആലപ്പുഴ തുമ്പോളി SN ഗുരുമന്ദിര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ആലപ്പി സുരേഷിനെ ആദരിച്ചു. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നീണ്ട 22 വർഷക്കാലം ആലപ്പി സുരേഷ് പ്രവർത്തിച്ച ആലപ്പുഴ ഭീമ ബ്ലൂ ഡയമണ്ട്സ് ഗാനമേള ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ബിന്ദു മാധവ് മുഖ്യാതിഥിയായിരുന്നു. ഒന്ന് തെറ്റിപ്പോയാൽ വീണ്ടും പാടാൻ നിരവധിയായ അവസരങ്ങളുണ്ട് എന്നിരിക്കെ അങ്ങനെ ഒന്നുമുള്ള അവസരമില്ലാതെ ഉത്സവപ്പറമ്പിലെ എല്ലാത്തരം ബഹളങ്ങളുടെയും ഇടയിൽ കൊച്ചു കച്ചവടക്കാരൻ മുതൽ വലിയ ഇടപെടലുകൾ തീർക്കുന്നവരും പല വിഭാഗത്തിലും പല സ്വഭാവത്തിലും വന്നിരിക്കുന്ന ആൾക്കാരും ഇതിനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാതെയും ഒക്കെ ഇരിക്കുന്ന ആളുകളും പലവിധ രീതികളിൽ വന്നിരിക്കുന്നവരും പലവിധ മാനസികാവസ്ഥകളിൽ വന്നിരിക്കുന്നവരും ഒക്കെ ചേരുന്ന ഒരു ജനസഞ്ചയത്തിന്റെ മുമ്പിൽ ഒരു പാട്ടുപാടി പ്രതിഫലിപ്പിക്കുകയും അതിന് കയ്യടി മേടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു അസാമാന്യ കഴിവ് തന്നെയാണ്. ആ കഴിവാണ് 22 കൊല്ലം കൊണ്ട് ശ്രീ ആലപ്പി സുരേഷ്. എനിക്ക് വലിയ അത്ഭുതങ്ങൾ തോന്നിയിട്ടുണ്ടതല്ല. നമുക്ക് വേറെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ ഭാവി സംരക്ഷണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 3ാം തവണയും അധികാരത്തിൽ വരേണ്ടതുണ്ട്. കേരളത്തിന്റെ ഭാവി സംരക്ഷണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 3ാം തവണയും അധികാരത്തിൽ വരേണ്ടതുണ്ടെന്ന് മുൻ മന്ത്രിയും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ. LDF-നാണ് അവിശുദ്ധ കൂട്ടുകെട്ട്, UDF വളരെ സ്ട്രെയിറ്റ് ആണ് ഇക്കാര്യത്തിൽ. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത് UDF തനതായ നിലക്ക് തന്നെ നല്ല വിജയം കൊയ്യും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും വളരെ മികച്ച വിജയം കൈവരിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ UDF-നെ സഹായിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് തങ്ങളെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി 2 ഘട്ടങ്ങളിലായി സമ്മതിദായകർ ബൂത്തിലേക്ക് നീങ്ങും. കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടെ പാടശേഖരത്തിലെ കൊയ്ത്തുത്സവം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.